ഇന്ത്യൻ ബ്രാൻഡുകൾ എന്ന പേരിൽ മൊബൈൽ ഫോണുകൾ പുറത്തിറക്കുന്നവരൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരു ബ്രാൻഡാണ് ലാവ എന്ന് പറയാം. ചൈനീസ് മൊബൈൽ ബ്രാൻഡുകളും അതുപോലെ കൊറിയൻ മൊബൈൽ ബ്രാൻഡുകളൊക്കെ അരങ്ങുവാഴുന്ന ഈ ഒരു സമയത്തും വിപണിയിൽ പിടിച്ചു നിൽക്കാനും ഓരോ മാസവും പുതിയ പുതിയ മോഡലുകൾ പുറത്തിറക്കാനും ഇന്ന് ലാവയ്ക്കല്ലാതെ മറ്റാർക്കും കഴിയുന്നില്ല. മൈക്രോമാക്സും കാർബണും പല ഫോണുകളും വന്ന വഴിയേ പോയി, കാണാനേയില്ല. ലാവ ഈ മാസവും വിപണിയിൽ മറ്റൊരു മൊബൈൽ പുറത്തിറക്കിയിരുന്നു. ലാവ ബ്ലേസ് 3 5G എന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി, അതായത് എൻട്രി ലെവൽ മൊബൈൽ ഫോൺ. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത, എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ജസ്റ്റ് വീഡിയോയിലൂടെ മനസ്സിലാക്കിയിരിക്കാം. ഇതുപോലൊരു ബോക്സിലാണ് നമുക്ക് മൊബൈൽ ഫോൺ കിട്ടുന്നത്. വലിയ ഡെക്കറേഷൻ ഒന്നുമില്ലാതെ ഒരു സാധാരണ പാക്കേജ്. ഇതിനകത്ത് ലാവ ഫോണുകളിൽ സ്ഥിരം വാഗ്ദാനമായിട്ടുള്ള വീട്ടിൽ വന്ന് ഫോൺ നന്നാക്കുമെന്ന ഒരു പ്രഖ്യാപനവും കാണാം. ഒരു ട്രാൻസ്പെറൻറ്റ് ബാക്ക് കേസ് കവറും ഒരു ചാർജറും USB കേബിൾ ഇത്രയും കാണാം. ഇതാണ് ഫോൺ. കാണാൻ ഒറ്റ ലുക്കിലോട്ടും മോശമല്ലെന്ന് തന്നെ പറയാം. 201 ഗ്രാം ഭാരമുണ്ട് കേട്ടോ. തിക്നെസ് എന്നാൽ 8.6 mm മാത്രമേ ഉള്ളൂ. വലിയ കൂടുതലായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. 6.56 ഇഞ്ചിൻ്റെ പഞ്ച് ഹോൾ ക്യാമറ ഉള്ള ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത്. HD+ ഡിസ്പ്ലേ ആണ് റെസൊല്യൂഷൻ. 90 Hz റിഫ്രഷ് റേറ്റും ഉണ്ട്. റിയർ സൈഡ് നോക്കി കഴിഞ്ഞാൽ പ്രീമിയം ഗ്ലാസ് ബാക്ക് ഡിസൈനാണ്. ക്യാമറ മൊഡ്യൂളിലേക്ക് ശ്രദ്ധ പോകുമ്പോൾ അവിടെ എന്താ ക്യാമറ അല്ലാതെ 2 റിംഗ് ഒന്ന് ചിന്തിക്കും. അതെ, അതാണ് ഇതിൻ്റെ ഫീച്ചറായിട്ട് ലാവ പറയുന്ന വൈബ് ലൈറ്റ്. മറ്റേത് സാധാരണ ഫ്ലാഷ് ലൈറ്റ്. വൈബ് ലൈറ്റ് എന്നാൽ നമുക്ക് കെൽവിൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു ക്യാമറ ലൈറ്റ് എന്ന് പറയാം. ക്യാമറ എടുക്കുമ്പോൾ ഇതുപോലെ മുകളിലായിട്ട് ഫ്ലാഷ് ലൈറ്റിനോടൊപ്പം വൈബ് ലൈറ്റ് ഓൺ ആക്കാനും കെൽവിൻ അഡ്ജസ്റ്റ് ചെയ്യാനും ഇതുപോലെ ഓപ്ഷൻ കാണാം. സെഗ്മെൻറ്റ് ഫസ്റ്റ് എന്നൊക്കെ ലാവ പറയുന്നുണ്ടെങ്കിലും ഞാൻ മറ്റ് ചില മൊബൈൽ ഫോണുകളിലും ഇത്തരത്തിലുള്ള വൈബ് ലൈറ്റ് കണ്ടിരുന്നു. അത് പക്ഷേ കുറച്ച് വില കൂടിയ മൊബൈൽ ഫോണുകളായിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ലാവ ഉദ്ദേശിച്ച് സെഗ്മെൻറ്റ് ഫസ്റ്റ് എന്ന്. ഇനി ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറഞ്ഞാൽ 50 മെഗാ ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ AI ക്യാമറയുമാണ് റിയർ സൈഡിൽ. സെൽഫി ക്യാമറ 8 മെഗാ പിക്സലിൻ്റെയാണ്. 2K റെസൊല്യൂഷനിൽ 13 ഫ്രെയിം/സെക്കൻഡിൽ വീഡിയോകൾ റെക്കോർഡ് ചെയ്യാം. പോർട്രേറ്റ് മോഡ്, പ്രോ വീഡിയോ മോഡ്, ഡ്യുവൽ വ്യൂ, അങ്ങനെ കുറേയേറെ മോഡലുകൾ ഈ ഒരു ക്യാമറയിലുണ്ട്. ഓഡിയോ സെക്ഷൻ അടിപൊളിയാണെന്ന് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡ്യുവൽ സൈഡ് സ്പീക്കറുകളുണ്ട്, അതായത് സ്റ്റീരിയോ. മീഡിയാടെക് ഡൈമെൻസിറ്റി 6300 പ്രോസസ്സറാണ് ഉപയോഗിക്കുന്നത്. 6GB റാമും 128GB സ്റ്റോറേജുമുണ്ട്. ഇതിൻ്റെ ശരിക്കും വില 10,999 ആണ്. പക്ഷേ നമ്മൾ കാർഡുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 1000 രൂപയോളം ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് 9,999 ഈ ഒരു മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. 5000 mAh ബാറ്ററി ഉണ്ട്. അത് ചാർജ് ചെയ്യാനായിട്ട് 18 വാട്ടിൻ്റെ ചാർജറുമുണ്ട്. കേബിൾ C to C അല്ല, നോർമൽ കേബിളാണ്. അത് ശരിക്കും മാറ്റേണ്ടതായിരുന്നു. ഒരു ബ്ലോട്ട്വെയർ ആപ്പും ഇല്ലാത്ത ആൻഡ്രോയിഡ് ആണ് ഇതിലുള്ളത്. ആൻഡ്രോയിഡ് വേർഷൻ 14 ആണ്. ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ സൈഡിലാണ്. അത് നല്ല സ്മൂത്തായിട്ട് ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡൈമെൻസിറ്റി 6300 പ്രോസസ്സറും 6GB റാമും 128GB സ്റ്റോറേജും ഇത്തരത്തിലൊരു വൈബ് ഫ്ലാഷ് ലൈറ്റും ക്യാമറയൊക്കെ ആയിട്ട് വരുന്ന ഈ ഒരു മൊബൈൽ ഫോൺ അത് ലാഭകരമാണോ? മറുപടി പറയേണ്ടത് നിങ്ങളാണ്. കാരണം വാങ്ങുന്നവർ നിങ്ങളായിരിക്കും അല്ലേ, ഉപയോഗിക്കുന്നവരും നിങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, പ്രത്യേകിച്ച് ലാവയുടെ ഏതെങ്കിലും ഫോണുകൾ മുമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ലഭിച്ചിരിക്കുന്ന സർവീസ് എക്സ്പീരിയൻസ്, ഇതൊക്കെ കൂടി ഈ ഒരു വീഡിയോക്ക് താഴെ മറക്കാതെ കമൻറ്റ് ഇടുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.